ഹായ് വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. നമ്മൾ മൊബൈൽ യൂസേഴ്സ് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് സ്റ്റോറേജ് ഫുൾ ആവുക എന്നുള്ളത്. എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സോങ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ വീഡിയോ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഒക്കെ കാണിക്കുന്നതാണ് യുവർ മൊബൈൽ സ്റ്റോറേജ് ഫുൾ ആണെന്നുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ നോക്കുന്ന ഒരു കാര്യം ഇതിൽ ഏതെങ്കിലും ആപ്ലിക്കേഷൻസ് ഒക്കെ ഒഴിവാക്കാനുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ അനാവശ്യമായിട്ടുള്ള ഒഴിവാക്കാനുണ്ടോ എന്നുള്ളത്. പക്ഷേ നമുക്ക് എത്ര ആലോചിച്ചാലും നമുക്കത് കിട്ടാറില്ല. പക്ഷെ അതിനുള്ളൊരു സൊല്യൂഷനാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അതായത് നിങ്ങളുടെ സ്റ്റോറേജ് നിങ്ങൾക്ക് മാക്സിമം ഒഴിവാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു ഓപ്ഷനാണ്. അതിന് മുൻപ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരെ സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ട് ലൈക്ക് ബട്ടൺ എല്ലാ ഫ്രണ്ട്സിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തെടുക്കാൻ മറക്കരുത്. മാത്രമല്ല പുതിയൊരു യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അടിപൊളി ഒരു യൂട്യൂബ് ചാനൽ നിങ്ങളുടെ ടെക്നോളജിക്കൽ പരമായിട്ടുള്ള അറിവുകൾ കൂട്ടാൻ വേണ്ടിയിട്ട് അടിപൊളി ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അബീസ് വ്യൂസ് എന്നാണ് അതിന്റെ പേര്. നിങ്ങൾ ആ ചാനലും കൂടി ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. മൊബൈൽ ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ ഫോണിൽ സ്ക്രീൻ തന്നെ, അതായത് ഫ്രണ്ടിൽ തന്നെ നമുക്ക് കാണാം എല്ലാവിധ ഐക്കൺസും കാണാം അല്ലേ. പലവിധ ആപ്ലിക്കേഷൻസ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻസ് ആണെങ്കിൽ എല്ലാവിധ ആപ്സും ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മുടെ സ്ക്രീൻ മൊത്തം നിറഞ്ഞിരിക്കും അല്ലേ. പക്ഷെ നമ്മുടെ സ്റ്റോറേജ് ഫുൾ ആവുന്ന സമയത്താണ് നമ്മൾ വളരെയധികം കൺഫ്യൂസ്ഡ് ആവുന്നത്. അപ്പോൾ അതിനുള്ളൊരു അടിപൊളി ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം. ഏറ്റവും കൂടുതൽ നമുക്ക് സ്റ്റോറേജ് ഫുൾ ആവുന്നത് ആപ്ലിക്കേഷൻസ് വഴിയാണ്. അപ്പോൾ നമ്മൾ അതിന് ചെയ്യേണ്ടത് പ്ലേ സ്റ്റോർ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാം നമ്മുടെ പ്രൊഫൈൽ ഐക്കൺ കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാം, എങ്കിൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ഓക്കെ, ഇവിടെ നമുക്ക് കാണാം മാനേജ് ആപ്സ് ആൻഡ് ഡിവൈസസ് പറയുന്ന ഓപ്ഷൻ കാണാം. മാനേജ് ആപ്സ് ആൻഡ് ഡിവൈസസ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഇന്റർഫേസിലേക്കാണ് മാറുന്നത്. അത് ഓവർവ്യൂവിന്റെ തൊട്ടടുത്ത് കാണുന്ന മാനേജ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണുന്നില്ലേ, അതിലേക്കൊന്ന് മാറ്റാം. അതിലേക്ക് മാറ്റി കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം കുറേ ആപ്ലിക്കേഷൻസ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ ആപ്ലിക്കേഷൻസും നമ്മൾ ഉപയോഗിക്കുന്നതും ഉപയോഗിക്കാത്തതും ഏതോ കാലത്ത് 6 മാസം 1 കൊല്ലമൊക്കെ മുന്നേ ഉപയോഗിച്ചതൊക്കെയുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇതൊന്നും നമുക്ക് വേണ്ടാത്ത ആപ്ലിക്കേഷൻസ് ആണ്, പക്ഷെ അത് നമുക്ക് അറിയില്ല ഏതാന്നുള്ളത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ റീസെന്റ് അപ്ഡേറ്റഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണുന്നില്ലേ, അതൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് സോർട്ട് ചെയ്ത് തരും. അതായത് നെയിം പരമായിട്ടാണോ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻസ് കാണിക്കേണ്ടത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചതാണോ ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത്. നിങ്ങൾ ചെയ്യേണ്ടത് ലീസ്റ്റ് യൂസ്ഡ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. അതായത് നിങ്ങൾ തീരെ ഉപയോഗിക്കാത്ത ആപ്ലിക്കേഷൻസ്, അതായത് 3 മാസം 6 മാസം ഒന്നായിട്ട് ഉപയോഗിക്കാത്ത കാര്യങ്ങൾ, അതായത് ഇവിടെ കണ്ടില്ലേ ലീസ്റ്റ് യൂസ്ഡ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ആപ്സ് 121 ആപ്സ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ 1 by 1 ആയിട്ട്, അതായത് തീരെ ഉപയോഗിക്കാതാണ് ഏറ്റവും മേലെ നിൽക്കുന്നത്. അതായത് ഇവിടെ ഏറ്റവും മേലെ നിൽക്കുന്ന ആ ഗൂഗിൾ ടി വി ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ തീരെ ഉപയോഗിക്കുന്നില്ല. അങ്ങനെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും താഴേക്ക് വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നതാണ് വരിക. പക്ഷേ ഏറ്റവും ടോപ്പിൽ വരുന്ന കാര്യങ്ങൾ നമ്മൾ തീരെ ഉപയോഗിക്കാതെ, അതായത് 3 മാസം 6 മാസം 1 വർഷമൊക്കെ ആയിട്ട് നമ്മൾ ഉപയോഗിക്കാത്ത കാര്യങ്ങളാണ് നമുക്ക് ഏറ്റവും ടോപ്പിൽ വരിക. അപ്പോൾ നിങ്ങളൊന്ന് നിങ്ങളുടെ ഫോണിലൊന്ന് നോക്കി നോക്കുക ഏതാണ് ഏറ്റവും ടോപ്പിൽ വരുന്ന കാര്യങ്ങളെന്ന് നോക്കുക. അത് നിങ്ങളൊരു 6 മാസം 1 വർഷമായിട്ട് ഫോൺ ഉപയോഗിക്കുന്ന കാലത്തെങ്ങാനും ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ട് ഉപയോഗിക്കാതൊക്കെ ആയിരിക്കും. ഇതൊക്കെ നിങ്ങളുടെ ഫോണിന്റെ സ്റ്റോറേജ് പോകുന്നുണ്ട്. അതായത് നമുക്ക് വേണ്ടത് ലീസ്റ്റ് യൂസ്ഡ് ആണ് ഇത് എടുക്കേണ്ടത്. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും ടോപ്പിൽ കാണുന്ന ഈ 121 ആപ്സ് കാണിക്കുന്നില്ലേ, അതിൽ ഏറ്റവും ഉപയോഗിക്കാത്ത കാര്യങ്ങൾ നമ്മൾ നോക്കിയിട്ട് ആ ടിക്കിൽ ആ ചെക്ക് ബോക്സ് കാണുന്നില്ലേ, അവിടെ നമ്മൾ എന്ത് ചെയ്യുക, ടിക്ക് ചെയ്ത് കൊടുക്കുക. ഏതൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടാത്തത് എന്നുള്ളത് നോക്കിയിട്ട് അത്രയും ഉറപ്പിക്കുക നിങ്ങൾക്ക് തീരെ വേണ്ടാത്തതാണോ എന്നുള്ളത് നോക്കിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ആ ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം മേലെ ഡിലീറ്റ് എന്ന ഓപ്ഷൻ കാണിക്കുന്നില്ലേ ഏറ്റവും ടോപ്പിൽ, അങ്ങനെ ഡിലീറ്റ് ചെയ്തിട്ട് നമുക്ക് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം നമ്മുടെ സ്റ്റോറേജ്, ഫോണിന്റെ സ്റ്റോറേജ് നമുക്ക് ലാഭിക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ്, നമ്മളൊന്ന് ബാക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ആ പ്രൊഫൈൽ ഐക്കണിൽ തന്നെ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുമെങ്കിൽ മാത്രമേ കറക്റ്റ് മനസ്സിലാവുള്ളൂ. ആ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും താഴേക്ക് വരുന്നതിന്റെ മുന്നേ അവിടെ കാണുന്നില്ലേ പ്ലേ പ്രൊട്ടക്ട് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. പ്ലേ പ്രൊട്ടക്ട് ഓപ്ഷൻസ് ഒക്കെ മനസ്സിലാക്കി വെക്കുക. ഈ പ്ലേ പ്രൊട്ടക്റ്റിൽ ഇവിടെ നമുക്ക് ഒരു സ്കാനിങ് ഓപ്ഷനെ കാണുന്നുണ്ട്. അതായത് നമ്മുടെ ആപ്ലിക്കേഷൻസ് എല്ലാം, ഫോണിലുള്ള ആപ്ലിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് സ്കാൻ ചെയ്ത് നോക്കാൻ വേണ്ടി സാധിക്കും. ഓട്ടോമാറ്റിക്കലി സ്കാനും കൊടുത്താലും അത് ഓട്ടോമാറ്റിക്കലി സ്കാൻ ആയിക്കോളും. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് വേണ്ടത് നമ്മളിവിടെ താഴേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ കുറേ ഓപ്ഷൻസ് കാണാം. ഇവിടെ ഏറ്റവും ടോപ്പിൽ സെറ്റിംഗ്സ് പറയുന്ന ഓപ്ഷൻ കാണാം. ഏറ്റവും മുകളിലുള്ള സെറ്റിംഗ്സ് പറയുന്ന ഓപ്ഷൻ മാറിപ്പോകരുത്. സെറ്റിംഗ്സ് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക. ആ ഒരു ഗിയർ ഐക്കൺ പോലെ കാണുന്നില്ലേ, അതിൽ നമുക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും താഴെ കാണാം ആപ്പ് പ്രൈവസി എന്ന് പറയുന്ന ഓപ്ഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ആപ്പ് പ്രൈവസി എന്ന് പറയുന്ന ഓപ്ഷൻ. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട്. അതായത് നമുക്ക് നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന പെർമിഷൻസ് ഒക്കെ ഉണ്ടല്ലോ, അതായത് നമ്മൾ ഓരോ ആപ്ലിക്കേഷൻസും ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ പെർമിഷൻ കൊടുക്കാറുണ്ട്. പക്ഷേ ഈ പ്ലേ സ്റ്റോർ തന്നെ ഓട്ടോമാറ്റിക്കലി 3 മാസം കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ പെർമിഷൻസ് ഒഴിവാക്കും. അതായത് നമ്മുടെ ഫോണിലേക്ക് അപ്ഡേഷൻ വന്നിട്ട് അതൊന്നും അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്ഡേഷൻസ് ഒക്കെ 3 മാസത്തിന് ശേഷം ഒഴിവാക്കും. അപ്പോൾ നമുക്ക് വളരെ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ തീരെ ഉപയോഗിക്കാത്ത ആപ്ലിക്കേഷൻസ് എല്ലാം ഇവിടെ കണ്ടില്ല 6 മാസമായിട്ട് നമ്മൾ ഉപയോഗിക്കാതിട്ടിരിക്കുന്ന, പിന്നെ എന്തിനാണ് നമുക്ക് ഇതിവിടെ കൊണ്ടുവച്ച് നിൽക്കേണ്ട ആവശ്യമുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ ആപ്പുകൾ നമുക്ക് ഇവിടുന്ന് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കാൻ സാധിക്കും.
അതൊരു മാർഗ്ഗമാണ്. അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യേണ്ടത് ഏതൊക്കെയാണ് അപ്ലിക്കേഷൻസ് എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് ഇവിടെ നിന്ന് മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും 6 മാസമായിട്ട് ഞാൻ ഈ അപ്ലിക്കേഷൻസ് ഒന്നും ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ഇങ്ങനെ പറയാൻ കാരണം ഈ അപ്ലിക്കേഷൻസിൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ മുകളിൽ കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ നോക്കൂ, ഇവിടെ ടോപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് യോനോ ലൈറ്റ് അങ്ങനത്തെ ഓരോ അപ്ലിക്കേഷൻസ് കാണിക്കുന്നുണ്ട്. പക്ഷെ അതിൽ ഏറ്റവും ടോപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് തന്നെ അറിയാം ഈ അപ്ലിക്കേഷൻസ് നമുക്ക് ഇവിടെ വെച്ച് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഉപയോഗിച്ച അപ്ലിക്കേഷൻസ് ആകുമ്പോൾ അതിൽ ഡാറ്റ കാര്യങ്ങളെല്ലാം വന്നു നിൽക്കും. ഇവിടെ നമുക്ക് കണ്ടില്ലേ, ഇവിടെ നമുക്ക് ചെക്ക് ബോക്സിന്റെ നേരെ തന്നെ ആയിട്ട് ചെക്ക് ബോക്സ് അല്ല, ഇവിടെ നേരെ ഡിലീറ്റ് ഓപ്ഷൻ തന്നെയാണ്. ഇവിടെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കാൻ പറ്റും. പക്ഷേ ഇത് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി ഉപയോഗിച്ച സമയത്ത് ഉണ്ടാകുന്ന ഡാറ്റ എല്ലാം അതിൽ നിറഞ്ഞു നിൽക്കുന്നതിനെ കൊണ്ട് നമുക്ക് ഒരിക്കലും നമ്മുടെ സ്റ്റോറേജ് ക്ലീൻ ആവാൻ സാധ്യത കുറവാണ്. അപ്പം എങ്ങനെയാണ് ഈ പറഞ്ഞിരിക്കുന്ന അപ്ലിക്കേഷൻസ് നമുക്ക് ഒഴിവാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കുന്നത് 6 മാസമായിട്ട് നമ്മൾ ഉപയോഗിക്കാത്ത ഏതൊക്കെ അപ്ലിക്കേഷൻസ് ആണെന്നുള്ളത്. അതിനുശേഷം നമ്മൾ മനസ്സിലാക്കിയതിനു ശേഷം നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഏത് അപ്ലിക്കേഷൻസ് ആണോ നമുക്ക് 6 മാസമൊക്കെ ആയിട്ട് ഉപയോഗിക്കാതെ നിങ്ങൾ മനസ്സിലാക്കിയില്ലേ, ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ആ അപ്ലിക്കേഷൻ, അതായത് ഏത് അപ്ലിക്കേഷൻ ആണോ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യേണ്ടത് അത് ആ അപ്ലിക്കേഷന്റെ മുകളിൽ നേരെ ലോങ് പ്രസ് ചെയ്യുക. അതിനുശേഷം ആപ്പ് ഇൻഫോ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണുന്നില്ലേ, അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാം സ്റ്റോറേജ് യൂസേജ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം, സ്റ്റോറേജ് യൂസേജ്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ ക്ലിയർ ക്യാഷയും അതുപോലെ തന്നെ ക്ലിയർ ഡാറ്റയും കൊടുത്തതിന് ശേഷം മാത്രം വേണം നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്യാൻ. അങ്ങനെ ആവുന്ന സമയത്ത് ഈ ആപ്ലിക്കേഷൻ ഒഴിവാകുന്നതോടുകൂടി, അതായത് ഡിലീറ്റ് ആവുന്നതോടുകൂടി തന്നെ അതിലുള്ള ഡാറ്റകൾ, നമ്മൾ അത്രയും കാലം യൂസ് ചെയ്ത ഡാറ്റ മൊത്തം ഡിലീറ്റ് ആവും. അതുകൊണ്ട് നിങ്ങളുടെ സ്റ്റോറേജ് നല്ല പോലെ നിങ്ങൾക്ക് ലാഭിക്കാം. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഫേസ്ബുക്ക്, വാട്സപ്പ് അതുപോലുള്ള ആപ്ലിക്കേഷൻസിലുള്ള ഒരു ഡാറ്റയും, അതായത് ക്ലിയർ ഡാറ്റ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഒരിക്കലും അതിൽ കൊടുക്കരുത്. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഇവിടെ കണ്ടില്ലേ, വാട്സപ്പിലുള്ള ക്ലിയർ ഡാറ്റ ഒരിക്കലും കൊടുക്കരുത്. കാരണം അത് നിങ്ങളുടെ വാട്സപ്പിലുള്ള കോൺടാക്ട്സ്, അതിലുള്ള വന്നിരിക്കുന്ന മെസ്സേജുകളൊക്കെ നഷ്ടമായി പോകാൻ സാധ്യതയുണ്ട്. ബാക്കിയുള്ള ആപ്ലിക്കേഷൻസ് നിങ്ങൾ അനാവശ്യമായിട്ടുള്ളതെല്ലാം ഇതുപോലെ ചെയ്യാവുന്നത്.